കൊച്ചി ചരിത്രം പറയുന്ന, ഇപ്പോഴും ചരിത്രം സൃഷ്ടിക്കുന്ന കേരളത്തിലെ പ്രധാന നഗരങ്ങളിലൊന്ന്. കച്ചവടത്തിനു വേണ്ടി ചൈനക്കാരും അറബികളും പോർച്ചുഗീസുകാരും ഡച്ചുകാരും പിന്നെ ഇംഗ്ലീഷുകാരും ഒക്കെ എത്തിയ നഗരങ്ങളിലൊന്ന്. സ്വന്തമായി അവകാശപ്പെടാൻ ഒന്നുമില്ലാതിരുന്ന ജൂതന്മാർക്ക് അഭയം കൊടുത്ത നഗരം. അങ്ങനെ ഫോർട്ട് കൊച്ചിയെ പറ്റി പറയാൻ ധാരാളം കഥകളുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ ചെറിയ തണുപ്പുള്ള ഒരു പ്രഭാതം. ഫോർട്ട് കൊച്ചിയുടെ മുഖമുദ്രയായ ചീനവലകളിലേക്കാണ് പ്രഭാതം കണ്ടു തുറക്കുന്നത്. നഗരം ഇപ്പോഴും ഉറങ്ങുകയാണ്. ചീനവലകളെ നിയന്ത്രിക്കുന്ന പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾ എത്താൻ ഇനിയും സമയമെടുക്കും. ഇപ്പോ വേലിയിറക്കത്തിന്റെ സമയമാണ്. പെരിയാർ നദി കടലിലേക്കുള്ള പാച്ചിലിലാണ്. നദി കണ്ടതും കേട്ടതുമായ കാഴ്ചകൾ കടലിനോട് പറയാൻ വേഗത്തിലുള്ള ഒരു പ്രയാണം. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഈ പ്രയാണം കടലിൽ അവസാനിക്കാൻ പോവുകയാണ്. ദാ ഇവിടെ ഇങ്ങനെ വലയെറിഞ്ഞ് മീൻ പിടിക്കുന്ന കുറെ മുക്കുവന്മാർ. അവരുടെ വലയിൽ കാര്യമായ മീനുകളൊന്നും കുടുങ്ങുന്നില്ല. എങ്കിലും കിട്ടുന്ന മീനുകളെ അവർ ചെറിയൊരു പാത്രത്തിലാക്കി മാറ്റി വീണ്ടും വലയെറിയുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ പ്രഭാതങ്ങൾ അങ്ങനെ എപ്പോഴും നിറമുള്ളതും മനോഹരവുമായ കാഴ്ചകൾ കൊണ്ട് സമ്പുഷ്ടമാണ്. പതിനാലാം നൂറ്റാണ്ടിലാണ് കച്ചവടത്തിന് വന്ന ചീനക്കാർ ചീനവലയും ചീനച്ചട്ടിയും അച്ചപ്പത്തിൻ്റെ അച്ചും ഉണ്ണിയപ്പക്കാരയും ഭരണിയുമൊക്കെ തങ്ങളുടെ ചരിത്രശേഷിപ്പുകളായി ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ട് തിരിച്ചുപോയത്. പിന്നീട് ഇവയൊക്കെ കേരള സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറി. ഒരു കാലത്ത് ഫോർട്ട് കൊച്ചിയുടെ മുഖമുദ്രയായിരുന്ന ചീനവലകൾ പതുക്കെ അപ്രത്യക്ഷമാവുകയാണ്. ചീനവലകൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ചെലവും മത്സ്യത്തിന്റെ ലഭ്യതക്കുറവുമൊക്കെയാണ് ഇതിന് കാരണമായി പറയുന്നത്. ഫോർട്ട് കൊച്ചി കാണാൻ വരുന്ന സന്ദർശകർ ചീനവല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് കാണാൻ വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാം. ചെറിയ ഒരു ഫീസ് കൊടുത്താൽ ഈ മുക്കുവർ നമ്മളെയും മീൻ പിടിക്കാൻ കൂടെ കൂട്ടും. നടപ്പാതയുടെ തീരത്ത് ഒരിടത്ത് പണ്ട് വെല്ലിംഗ്ടൺ ഐലൻഡ് പണിയാൻ ഉപയോഗിച്ച ട്രെഡ്ജറിന്റെ ബോയിലർ സ്ഥാപിച്ചിരിക്കുന്നു. ഇതും ഒരു ചരിത്രശേഷിപ്പായി മാറിയിരിക്കുകയാണ്. ചീനവലകൾ കണ്ട് മുന്നോട്ട് നടക്കുമ്പോഴാണ് പോർച്ചുഗീസുകാർ പണിത സെന്റ് ഫ്രാൻസിസ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. 15-ാം നൂറ്റാണ്ടിൽ സ്വത്തുക്കളും മസാലകളും തേടിയെത്തിയ പോർച്ചുഗീസുകാർ കശുവണ്ടിയും അപ്പവും സ്റ്റൂവും കപ്പയും ഒക്കെ തന്നിട്ടാണ് കൊച്ചി വിട്ടുപോയത്. ചരിത്രം കണ്ട ഏറ്റവും വലിയ നാവികന്മാരിൽ ഒരാളായിരുന്ന വാസ്കോഡ ഗാമ ഇവിടെയായിരുന്നു കുറച്ചുനാൾ അന്തി ഉറങ്ങിയത്. 14-ാം നൂറ്റാണ്ടിൽ 3 വട്ടമായിരുന്നു വാസ്കോഡ ഗാമ ഇന്ത്യ സന്ദർശിച്ചത്. പഴമയുടെ ഗന്ധം പേർന്ന ഫോർട്ട് കൊച്ചിയിലെ സ്ട്രീറ്റുകളും കാഴ്ചക്കാർക്ക് വളരെയധികം കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് നൽകുന്നത്. സമയം ഏതാണ്ട് സന്ധ്യയോടടുക്കുന്നു. ഫോർട്ട് കൊച്ചിയുടെ തീരത്തിരുന്ന് സൂര്യാസ്തമനം കാണാൻ വേണ്ടി സ്വദേശികളും വിദേശികളും
ഒക്കെ ആയിട്ടുള്ള ധാരാളം ആൾക്കാർ കൂടിയിരിക്കുന്നു. ഫോർട്ട് കൊച്ചിയുടെ നടപ്പാതയ്ക്ക് താഴെയുള്ള മത്സ്യ മാർക്കറ്റ് വൈകുന്നേരമാകുമ്പോഴേക്കും സജീവമാകുന്നു. ഇവിടെ നിന്ന് നല്ല പച്ച മത്സ്യം വാങ്ങിച്ചിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റുകളിൽ കൊണ്ടുപോയി കൊടുത്താൽ അവർ നമ്മൾ പറയുന്നത് പോലെ ഈ മത്സ്യങ്ങളെയൊക്കെ പാചകം ചെയ്തു തരും. ഒരു ദിവസം കണ്ടാൽ തീരാത്തത്ര കാഴ്ചകൾ ഫോർട്ട് കൊച്ചിയിലും പരിസരത്തുമുണ്ട്. ഏതൊരു സന്ദർശകനും സന്തോഷത്തോടെ ഫോർട്ട് കൊച്ചിയിലെ ഒരു ദിവസം ചെലവഴിച്ചിട്ട് മടങ്ങിപ്പോകാൻ കഴിയും.